ഇതിൽ എന്തുണ്ട്? ക്രൂശിതനായ ക്രിസ്തു ഉണ്ട്. ഇതിൽ ഈ ക്രൂശിതനായ യേശു ഇല്ല. എന്താ കാര്യം? അതെന്താണ് കാര്യം? പറയും, എന്താണ് കാര്യം? എന്താ നിങ്ങളുടെ റീത്തല്ലേ, അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്താണ് കാര്യം എന്നുള്ളത്. അതായത് നിങ്ങൾ ഇത്രയും പ്രായമായിട്ട് നിങ്ങളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ട് ഈ ക്രൂശിതനായ ഈശോ ഇതിലില്ല? അപ്പൊ ഏകദേശം മനണ്ട്. എന്നിരുന്നാലും അതിന്റെ പൂർണ്ണ രൂപം ഇതാണ്. ഇത് കണ്ടോ? പരിശുദ്ധാത്മാവ് വന്നതിലൂടെ, അല്ലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ ക്രൂശിതനായ, കുരിശിൽ മരിച്ച ഈശോ എന്ത് ചെയ്യപ്പെട്ടു? ഉയർത്തപ്പെട്ടു. അതുകൊണ്ടാണ് അല്ലെ മാർത്തോമാ സ്ലീവേലി എന്തില്ലാത്തത്? ഇതപ്പോ എന്തിന്റെ പ്രതീകമാണ്? ഉയർത്തെഴുന്നേറ്റ. ഇതിനെയാണ് മാനിക്കേയൻ കുരിശ് എന്നൊക്കെ പറഞ്ഞ്, ക്ലാവർ കുരിശ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ, നിങ്ങൾക്കറിയാമല്ലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ഇനി അതിനെക്കുറിച്ച് നമ്മൾ സംഭാഷണം വേണ്ട, പറയാനാണ്. ഇത് വിഷമമുണ്ടേ നമുക്ക്. ഞാനൊരു ലത്തീൻ റീത്തുകാരനാണ്. എനിക്കറിയാം നിങ്ങളുടെ സീറോ മലബാറിന്റെ ഈ കുരിശിന്റെ രഹസ്യം. മനസ്സിലായോ? അവിടെ കുറെ ആൾക്കാർ അവിടെ നിന്നിട്ട്, ഞാൻ അറിയാമല്ലോ നിങ്ങൾക്ക് കാര്യം. അപ്പം അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇത് വരാണ്. അപ്പോൾ ഇത് കണ്ടോ? യേശു അതുകൊണ്ടാണ് ക്രൂശിതനായ യേശു ഈ കുരിശിലില്ലാത്തത്. എന്തുകൊണ്ടാണ്? ഉയർത്തെഴുന്നേറ്റിരിക്കണം. ആ ഉയർത്തെഴുന്നേറ്റത്തിലൂടെ വന്നിരിക്കുന്ന പുതുജീവനാണ് ഈ പൂമുട്ടുകൾ. ഈ മുട്ടുകൾ കണ്ടോ? ഈ മുട്ടുകൾ, 4 മുട്ടുകളുണ്ടോ? അത് അതിലൂടെ വന്നിരിക്കുന്ന പുതുജീവനാണ്, നവജീവന്റെ പ്രതീകമാണ്. മനസ്സിലായോ? ഈ താമര ഈ ഭാരതത്തിന്റെ സംസ്കാരത്തിലാണ് ഈ സഭ വളർന്നു വന്നതെന്നുള്ള ഒരു ആശയം കൂടി. അതിൻ്റെ ഇടയിൽ 3 പടികളുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇതിൽ 3 പടികൾ ഉണ്ടല്ലോ. 3 പടികളുണ്ടല്ലോ. ഇത് കണ്ടോ? 3 പടികൾ കണ്ടോ? അതിൻ്റെ പൊക്കത്താണ് താമര ഇരിക്കണേ. ഈ 3 പടികൾ ഗാഗുൽത്തയിലേക്കുള്ള കയറ്റത്തെ സൂചിപ്പിക്കുന്നു. കണ്ടോ? നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ 3 പടികൾ ഒരു ഭംഗിക്ക് വെച്ചേക്കണ ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ? ഇതെന്താണ്? ഗാഗുൽത്തയിലേക്കുള്ള ആ കയറ്റത്തെയാണ് ഈ 3 പടികൾ സൂചിപ്പിക്കുന്നത്. താമര ഈ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഇതിലാണ് ഈ സഭയൊക്കെ വന്നതിൻ്റെയും ഇതെല്ലാം ഇതിൽ എഴുതിയിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് ഈ പൂമൊട്ടുകൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പുതുജീവന്റെ പ്രതീകമാണ്. ഇതിൽ ഈ കുരിശിൽ യേശു ക്രിസ്തു മരിച്ച ക്രിസ്തു ഇല്ലാത്തത്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ.